മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മകൾ മറിയ ഉമ്മനെ സ്ഥാനാർത്ഥിയായി പരിഗണിച്ചിരുന്നുവെന്ന UDF കൺവീനർ അടൂർ പ്രകാശിന്റെ വെളിപ്പെടുത്തൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പുതിയ ചർച്ചകൾക്ക് വഴി തുറക്കുന്നു. പത്തനംതിട്ട, കോട്ടയം മേഖലകളിൽ UDF സ്ഥാനാർത്ഥികൾക്കായി മറിയ ഉമ്മൻ പ്രചരണത്തിൽ സജീവമാകുന്നതിനിടയിലാണ് അടൂർ പ്രകാശിന്റെ ഒളിയമ്പ് എത്തിയത്. UDF സ്ഥാനാർത്ഥി പ്രൊഫസർ സതീഷ് കൊച്ചുപറമ്പിലിന്റെ കോന്നിയിലെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ മറിയ ഉമ്മനെ വേദിയിലിരുത്തിയായിരുന്നു അടൂർ പ്രകാശിന്റെ പ്രതികരണം. ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നതാണ്, പക്ഷേ തലവിധി മോശമായതിനാൽ നടന്നില്ല എന്ന് മാത്രം എന്നായിരുന്നു അടൂർ പ്രകാശിന്റെ വാക്കുകൾ. മറിയ ഉമ്മനെ സ്ഥാനാർത്ഥിയാക്കാൻ ആലോചനകൾ നടന്നിരുന്നുവെന്ന് സ്ഥിരീകരിച്ച അദ്ദേഹം അത് നടക്കാതെ പോയതിലെ നിരാശയും പ്രസംഗത്തിലൂടെ പങ്കുവച്ചു. ഈ വാക്കുകൾ ആരെയാണ് ലക്ഷ്യം വയ്ക്കുന്നതെന്നാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. മറിയ ഉമ്മനെ കാഞ്ഞിരപ്പള്ളി, ചെങ്ങന്നൂർ അല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിലെ ഏതെങ്കിലും നിയോജക മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കാൻ രമേശ് ചെന്നിത്തലയും VD സതീശനും നേരത്തെ ഉറപ്പു നൽകിയിരുന്നതായി വാർത്തകൾ വന്നിരുന്നു. എന്നാൽ അപ്രതീക്ഷിതമായി മറിയയുടെ സ്ഥാനാർത്ഥിത്വം തടയപ്പെട്ടതിന് പിന്നിൽ കുടുംബത്തിനകത്തെ എതിർപ്പുകളാണെന്ന അഭ്യൂഹങ്ങൾ ശക്തമാണ്. മറിയത്തെ സ്ഥാനാർത്ഥിയാക്കിയാൽ രാജിവെക്കുമെന്ന് സഹോദരൻ ചാണ്ടി ഉമ്മൻ ഭീഷണിപ്പെടുത്തിയതായും പ്രചരണമുണ്ടായിരുന്നു. എന്നാൽ ഈ വാർത്തകൾ ചാണ്ടി ഉമ്മൻ പൂർണ്ണമായും നിഷേധിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥിത്വം ലഭിച്ചില്ലെങ്കിലും ഉമ്മൻചാണ്ടി വികാരം വോട്ടാക്കി മാറ്റാൻ മറിയ ഉമ്മനെ മുൻനിർത്തിയുള്ള പ്രചരണത്തിനാണ് കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ ദിവസം പത്തനാപുരത്തടക്കം UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി മറിയ ഉമ്മൻ വോട്ട് ചോദിച്ച് എത്തിയിരുന്നു. ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളിരമ്പുന്ന മണ്ഡലങ്ങളിൽ മകളുടെ സാന്നിധ്യം ഗുണം ചെയ്യുമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടൽ. പത്തനംതിട്ടയിലെയും കോട്ടയത്തെയും UDF ക്യാമ്പുകളിൽ മറിയ ഉമ്മന്റെ സന്ദർശനം പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശമാണ് ഉണ്ടാക്കുന്നത്. സ്ഥാനാർത്ഥിത്വം നഷ്ടമായെങ്കിലും തെരഞ്ഞെടുപ്പ് ഗോധയിൽ ഉമ്മൻചാണ്ടിയുടെ പിൻഗാമിയായി മകൾ നടത്തുന്ന നീക്കങ്ങൾ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. പത്തനംതിട്ട, കോട്ടയം മേഖലകളിൽ UDF സ്ഥാനാർത്ഥികൾക്കായി മറിയ ഉമ്മൻ പ്രചരണത്തിൽ സജീവമാകുന്നതിനിടയിലാണ് അടൂർ പ്രകാശിന്റെ ഒളിയമ്പെത്തിയത്. ഞങ്ങൾ ചില കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നതാണ്, പക്ഷേ തലവിധി മോശമായതിനാൽ നടന്നില്ല. ഇതാണ് അദ്ദേഹം പറഞ്ഞത്. അതേസമയം മറിയ ഉമ്മന് സീറ്റ് നിഷേധിക്കപ്പെട്ടതിന് പിന്നിൽ പ്രവർത്തിച്ച ഘടകങ്ങൾ എന്താണെന്ന ചർച്ച ഇതോടെ സജീവമായി. മറിയ ഉമ്മനെ കാഞ്ഞിരപ്പള്ളി അല്ലെങ്കിൽ ചെങ്ങന്നൂർ, അതുമല്ലെങ്കിൽ പത്തനംതിട്ട ജില്ലയിലെ ഏതെങ്കിലും നിയോജക മണ്ഡലങ്ങളിൽ മത്സരിപ്പിക്കാൻ ആലോചിച്ചിരുന്നതായി വാർത്തകളും വന്നതാണ്. ഉമ്മൻചാണ്ടി വികാരം വോട്ടാക്കി മാറ്റാൻ മറിയ ഉമ്മനെ മുൻനിർത്തിയുള്ള പ്രചരണത്തിനാണ് കോൺഗ്രസ് ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. UDF ക്യാമ്പുകളിൽ മറിയ ഉമ്മന്റെ സന്ദർശനം പ്രവർത്തകർക്കിടയിൽ വലിയ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ സജീവമാകാൻ തീരുമാനിച്ച മറിയ ഉമ്മൻ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്നാണ് രാഷ്ട്രീയ കേരളം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്.